ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഷോപ്പിലേക്ക് ശരിയാക്കാൻ വന്ന ഫോൺ റെഡ്മി നോട്ട് 10 എന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തം ബ്ലാങ്ക് ആയിട്ടുണ്ട്, അതായത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഉള്ള ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ മൊത്തം ബ്ലാങ്കായി. ഡിസ്പ്ലേക്ക് പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ മൊത്തം ബ്ലാങ്ക് ആയിട്ടുണ്ട്. നമ്മൾ വേറെ ഡിസ്പ്ലേ കൊടുന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് അതിൻ്റെ ബാക്ക് ഡോറ് ഊരണം. ബാക്ക് ഡോർ ആകുമ്പോൾ നമുക്ക് ഹോട്ട് ഗണ്ണ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ക്ലീനർ ഉപയോഗിച്ചും ഊരാൻ കഴിയും. ഞാൻ ഓൾറെഡി ആദ്യം ഊരിയതായിരുന്നു, അതാണ് ഇത്ര സിമ്പിളായിട്ട് കിട്ടിയത്. അത് ഡിസ്പ്ലേയുടെ കംപ്ലൈൻറ്റ് തന്നെയാണോ ഇല്ല ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു വട്ടം ഓപ്പൺ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ബാക്ക് ഡോർ നല്ല സിമ്പിളായിട്ട് കിട്ടിയത്. ഫൈനലി നമ്മൾ അതിൻ്റെ എല്ലാ സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട്, എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് പാനൽ ഊരാം. ബാക്ക് പാനൽ ഊരിന് ശേഷം നമുക്ക് ഇതിൻ്റെ പഴയ ഡിസ്പ്ലേ എടുത്തിട്ട് പുതിയ ഡിസ്പ്ലേ വന്നത് ഒന്ന് നോക്കി നോക്കാം, സംഭവം ക്ലിയർ ആണോ ഇല്ലേ നോക്കിയിട്ട് പുതിയ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. ഇതിൽ കുറേ വയറും കാര്യങ്ങളൊക്കെ ജമ്പറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചാർജിങ്ങിന് വല്ല പ്രശ്നമായിട്ടാണ് അതിന് വയറിൽ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഡിസ്പ്ലേ നമുക്ക് ഊരിട്ട് കൊടുന്ന പുതിയ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ഫോണിൽ ചാർജ് സ്ലോ ആയിട്ട് കയറുമ്പോഴാണ് ഇങ്ങനെ ജമ്പർ കണക്ഷനും ഇങ്ങനെ വയർ കണക്ഷനും കൊടുക്കുന്നത്. അതുവഴിയും ചാർജ് ഫാസ്റ്റായി കയറാറുണ്ട്. മെയിനായിട്ട് അതിൻ്റെ സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് സംഭവം സ്ലോ ചാർജിങ് ആവാറ്. സ്ട്രിപ്പ് മാറ്റാതെ നമുക്ക് ജമ്പർ എടുത്തിട്ട് അങ്ങനെ ശരിയാക്കാം. നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പഴയ ഡിസ്പ്ലേ ഒന്ന് ഊരാം. ഇത് ഓൾറെഡി ഒരു വട്ടം ഡിസ്പ്ലേ മാറ്റിയതാണ്, പക്ഷേ ഇതിലുണ്ടായിരുന്ന ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ആയിരുന്നു. ഇനി ഇതിൽ കസ്റ്റമർ നമ്മളോട് ഇടാൻ പറഞ്ഞ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ പഴയ ഡിസ്പ്ലേ എടുത്തതിന് ശേഷം കൊടുന്ന ഡിസ്പ്ലേ ഇട്ടിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം ഡിസ്പ്ലേ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ അതിൽ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ ക്രൗണ് എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും നല്ല ഫിറ്റിംഗ് വരുന്ന ഒരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ സാധാരണ അധിക ഫോണിലും ക്രൗണിൻ്റെ ഡിസ്പ്ലേ ആണ് ഇടാറുള്ളത്. അതാകുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വല്ലാതെ വരില്ല. സംഭവം വീഴുമ്പോൾ അങ്ങനെ വരുമ്പോഴേക്കേ കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ. നമുക്കതിന് ഇട്ടിട്ടൊന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ടർ ഇടുമ്പോൾ ചെറുതായിട്ട് നോക്കിയിടണം, കാരണം ഞാൻ തന്നെ ഇടുമ്പോൾ തന്നെ 1 മിനിറ്റോളം പിടിച്ചു. അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവാത്തതുകൊണ്ട്, അതായത് ഡിസ്പ്ലേ കുറച്ച് മേലേക്ക് ആക്കിയതിന് ശേഷം കണക്ടർ ഇട്ടാലേ കറക്റ്റ് ഇരിക്കുള്ളൂ, അല്ലാതെ ഇരിക്കില്ല. നമ്മൾ കണക്ടർ അതിൻ്റെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കി നോക്കാം. ബാറ്ററി പൊള്ളപ്പ് ഉള്ളതുകൊണ്ട് ചാർജും കുറവാണ് തോന്നുന്നു. നമുക്ക് ഓണാക്കി നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ ബാറ്ററി കണക്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പവർ കീ പ്രസ് ചെയ്തിട്ട് ഓൺ ആവുന്നുണ്ടോ നോക്കി നോക്കാം. അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫോണിൽ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഓൺ തന്നെയാണ് സംഭവം, കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഡിസ്പ്ലേ പക്കയാണ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമർക്ക് അർജൻറ്റായിരുന്നു പറഞ്ഞപ്പോൾ നമ്മൾ അത് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. താങ്ക് യു.